എന്റെ പൊന്നടാവേ ദേ ഈ ഒരു സാധനം കണ്ട. കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു കപ്പാണിത്. നിങ്ങൾ ഇതുപോലെ ഉപയോഗിക്കുന്നുണ്ടാവില്ല, ഒന്ന് കണ്ടു നോക്ക്. നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു കപ്പായിട്ടാണ്, ഒരു ഗ്ലാസ്. അതായത് നമ്മൾ ചായ കുടിക്കാനും അല്ലെങ്കിൽ എന്തിനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗ്ലാസ്സാണ് ഇത്. ഞാൻ മേടിച്ചിട്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ടുള്ളൂ, അധികമൊന്നും ആയിട്ടില്ല, എന്നാലും കുറച്ച് കാലമായിട്ടുള്ളൂ. എന്തിനാണ് ഇപ്പോൾ ഈ ഒരു കപ്പായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവും ഇതേപോലെ എന്താ പറയുക, ഉള്ളിൽ ഒരു സ്റ്റീലിൻ്റെ കോട്ടിങ് വന്ന് പുറത്ത് ഇതേപോലെ ഒരു ഫൈബറോ പ്ലാസ്റ്റിക്കോ ഉള്ള ഒരു കോട്ടിങ്ങോ ഉള്ള ഒരു കപ്പ്. ഈ സാധനം എനിക്ക് ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നെയാലും കൂടുതൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് എടുക്കുന്നുണ്ടല്ലോ, ഈ കപ്പിൽ നിന്നും ഞാൻ അറിയാണ്ട് ഒരു ബാഡ് സ്മെല്ലാണ് എനിക്ക് വരുന്നത്. ബാഡ് സ്മെല്ല് ഞാൻ നോക്കിയപ്പോൾ കപ്പൊന്നും പൊട്ടിയിട്ടില്ല, കപ്പിൻ്റെ അകം കണ്ടല്ലോ, ഒരു പൊട്ടലോ അല്ലെങ്കിൽ വേറെ ഒന്നും തന്നെ ഈ കപ്പിലില്ല കേട്ടോ. ഭയങ്കരമായിട്ട് ഒരു ബാഡ് സ്മെല്ല് വരും നമ്മൾ ചായ കുടിക്കുമ്പോൾ, അല്ലെങ്കിൽ മോശമായിട്ടോ അത്രയും വൃത്തികെട്ട ഒരു സ്മെല്ലായിരിക്കും നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. അപ്പം ഞാൻ കരുതിയത് ഗ്ലാസ് ഇത് കഴുകാത്തതുകൊണ്ടാണെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ സ്മെല്ലാണ് ഞാൻ വീട്ടിലുള്ളവർ ചീത്ത പറയലാണ് പതിവ്. കാരണം എന്താ സ്മെല്ല് ഇതിനെന്നുള്ളത് അവർ ചീത്ത പറയുമ്പോൾ അവരൊന്നൊരു വാഷ് ചെയ്ത് തരുമ്പോൾ സ്മെല്ല് പോയി. അപ്പോൾ സ്വാഭാവികം നോർമൽ ഓക്കെ ഫൈനായി എന്നുള്ള രീതിക്ക് ഞാൻ കരുതിയിരിക്കാണ്ടോ. എന്നാൽ എന്താണ് വിഷയം എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ഈ കപ്പിൽ നമ്മളറിയാണ്ട്, അതായത് നമ്മൾ പലവർക്കും വരുന്ന ഗസ്റ്റുകൾക്ക് പോലും ചിലപ്പോൾ ഈ ഒരു ഫൈബർ വെച്ച് കപ്പ് അവർ ചിലപ്പോൾ പറയാൻ മടിക്കുന്ന കാര്യങ്ങളായിരിക്കും ഇത് മുന്നിലേക്ക്. അപ്പോൾ ഈ ഒരു കപ്പിൽ എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് നേരെ തന്നെ നിങ്ങൾ കണ്ടല്ലോ. ഈ കപ്പ് നിങ്ങൾ കാണുകയും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഈ ഒരു കപ്പ് കട്ട് ചെയ്യാൻ പോകട്ടോ. അതായത് ഇതിൻ്റെ മുകളിലൊരു പ്ലാസ്റ്റിക് കോട്ടിങ് ഉണ്ട്, ആ ഒരു കോട്ടിങ് ഞാൻ കട്ട് ചെയ്യാൻ പോകണം. കട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്ടോ. ഇതെങ്ങനെ കോട്ട് ചെയ്യുന്നുള്ളത് എനിക്കൊരു പിടുത്തമല്ലോ. പക്ഷെ എന്ത് കോട്ടിങ്ങാണ് ഇത്, ഇതെങ്ങനെയാണ് എടുക്കണേ? ഇത് മുകളിൽ കട്ട് ചെയ്യാൻ ഭയങ്കര പാടായിട്ട് ഞാൻ കട്ട് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഭയങ്കര ഈ പറഞ്ഞ പോലെ നല്ല ക്വാളിറ്റി സാധനം തന്നെ ഉണ്ടോ, ഭയങ്കര ക്വാളിറ്റി ഉണ്ടോ. കപ്പൊക്കെ ഭയങ്കര ക്വാളിറ്റിയാണ്, ഒന്നും പറയാനില്ല നമുക്ക്. ഇത് മുറിയല്ലോടെ, ഗ്യാസ് ഉള്ളവരെ മുറിക്കേണ്ടി വരും. ബ്ലേഡ് വരെ ഒടിഞ്ഞു പോയി. ഈ കപ്പിൻ്റെ അടിയിലെ അവസ്ഥ നിങ്ങളൊന്ന് കണ്ടു. ഇതാണ് ഈ കപ്പിൻ്റെ അടിയിലെ അവസ്ഥ. അത് ഈ ഒരു കപ്പിൻ്റെ അടിയിലെ അവസ്ഥയുണ്ടോ. ഇതാ കപ്പിൻ്റെ അടിയാണ്ടോ. ഇതിൻ്റെ സൈഡ് എനിക്ക് കീറാൻ പറ്റാത്ത, ഞാൻ കീറി നോക്കിയിട്ട് ഞാൻ പറയാട്ടോ നിങ്ങൾക്ക്. ഇതിൻ്റെ ഇപ്പം അടിയിലെ അവസ്ഥ ഇതാണ്. ഈ ഒരു ബാഡ് സ്മെല്ല് എന്ന് പറഞ്ഞാലല്ലോ, ഭയങ്കര സ്മെല്ലാണ് വരുന്നത്. നമ്മൾ ഇത് മേടിച്ചപ്പോൾ തൊട്ടുള്ള അഴക്കാട്ടാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കണം കേട്ടോ. ഇതും കൂടി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നത് ഈ ഒരു കാലുള്ള അടുത്ത ടൂൾസായിട്ട് വന്നു, അത് പൊട്ടിക്കാൻ പറ്റുള്ളൂ. ഇതാണ് അവസ്ഥ. ഞാൻ ഇത്ര നാൾ കുടിച്ചുകൊണ്ടിരുന്ന ആ ഒരു കപ്പിൻ്റെ അവസ്ഥ നോക്കിയാൽ നിങ്ങൾ കണ്ട. ഇത്ര നാൾ നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കപ്പിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് കേട്ടോ. അറിയിട്ട് പാടുള്ളത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എന്തിനാണ് ഈ ഒരു കപ്പായിട്ട് വന്നത്. ഈ കപ്പിൻ്റെ അകത്തുള്ള അഴുക്ക് നോക്കി നിങ്ങൾ, ഇത് കംപ്ലീറ്റ് അഴുക്കാണ്. ഭയങ്കര സ്മെല്ല്, ബാഡ് സ്മെല്ല് കണ്ട. എൻ്റെ പൊന്നടാവേ ദേ ഈ ഒരു സാധനം കണ്ട. ഇതൊരു കപ്പിൻ്റെ അകത്തുള്ള ഒരു വിഷയമാണ്. നാറിയിട്ട് പാടില്ല എന്ന് പറഞ്ഞാൽ ഇത് തുറന്നിട്ട് എൻ്റെ പൊന്ന് ഇവിടെ എങ്ങും നിൽക്കാൻ പറ്റില്ല. ഈ കപ്പിൻ്റെ ഈ സാധനം നോക്കി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇത് കണ്ടാ. ഇതിൻ്റെ അകത്തുള്ള വേസ്റ്റാണ് ഈ കാണുന്ന കംപ്ലീറ്റ്. ഇതിൻ്റെ അകത്തുള്ളത് ഈ ഒരു വേസ്റ്റാണ് ഞാൻ കാണുന്നത്. ഞാനേ 1 വർഷത്തിൻ്റെ മേളിലായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഗ്ലാസിൻ്റെ അവസ്ഥയാണിത്. ഇത് പുറത്തേക്ക് വരില്ല അല്ലെങ്കിൽ അകത്തേക്ക് വരില്ല എന്നല്ല, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് എന്തോ കാരണം നെരിവിരി കൊള്ളണ പോലെയാണ്.
ഈ ഒരു കപ്പിൻ്റെ അവസ്ഥയാണ് ഗൈസ് ഇത് നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ കപ്പ് ഉണ്ടെങ്കിലില്ല നിങ്ങൾ ഒരുപാട് യൂസ് ചെയ്യാൻ നിൽക്കേണ്ട ഈ ഒരു സാധനം. അല്ലെങ്കിൽ ഇതേപോലത്തെ കപ്പ് മേടിക്കാതിരിക്കും പ്ലാസ്റ്റിക്. കാരണം ഇതിൻ്റെ മുകളിൽ ഇൻബിൽഡ് ആയിട്ട് വരുന്ന ഒരു സാധനമല്ല, ഇത് രണ്ടാണ് സെപ്പറേറ്റ് ചെയ്ത് കയറ്റണ ഒരു സാധനമാണ്. അതായത് ഒരു കപ്പ് ഇതിങ്ങനെ ഇതിലേക്ക് മോഡിഫൈ ഇങ്ങനെ ഇറക്കാണ് കണ്ട. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് അപ്പോഴും ഇപ്പോഴും ഉള്ളിൽ കിടക്കണറുണ്ട്. നമ്മൾ ഇല്ലാത്ത രോഗം വരും, വേസ്റ്റും അതും ഇതൊക്കെ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് എങ്ങനെയാണ് എടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എടുക്കുക. ഇതൊക്കെ ഞാനിത് പോയി കയ്യും കാലും കഴുകിയില്ല എന്നുണ്ടെങ്കിലില്ല, ഞാൻ നാളെ വേറെ ഏതെങ്കിലും പുതിയൊരു രോഗം ഇന്ന് കേരളത്തിൽ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ വരും. ആ ഒരു അവസ്ഥ ഇത് വലിയ വൃത്തികേടുന്നൊന്നുമല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതെന്തായിട്ട് കാണിച്ചാൽ നിങ്ങൾക്ക് ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു കേസ് എന്താണെന്ന് ചോദിച്ചാൽ. ഇതെനിക്ക് കുറച്ച് ദിവസമായിട്ട് ഇത് ഇങ്ങനെ ഒരു ഫീല് വന്നിട്ട് ഞാൻ ഇന്നിപ്പോൾ ജസ്റ്റ് എടുത്തിട്ട് പരീക്ഷിച്ച് നോക്കാമല്ലോ, പോയാൽ പോയി, ഇല്ല എന്നുള്ള രീതിക്ക് തന്നെയാണ്. അപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു കേടുണ്ടാവും, ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വേസ്റ്റ് വന്ന്. അതായത് നമ്മൾ സോപ്പ് കഴുകുന്ന സോപ്പ്, അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്ത പാൽ ചായ അല്ലെങ്കിൽ എന്തിനും ഇതാണെങ്കിൽ തന്നെ ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അത് നമ്മൾ കുടിക്കുന്നത് ഇവിടെ വെച്ചാണല്ലോ, ഇപ്പോൾ ചായയിലേക്ക് പതിയെ ഇറങ്ങി അത് കഴുകി അതിൻ്റെ അകത്ത് തന്നെ ഈ പാലൊക്കെ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ എന്താണെങ്കിലും മാക്സിമം നിങ്ങൾ അറിയാവുന്നവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഈ പറഞ്ഞ മാതിരി മാക്സിമം ഇത് ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു അവസ്ഥയിൽ. എന്താണെങ്കിലും ഞാൻ ഇത് കൊണ്ടുപോയി കളഞ്ഞിട്ട് വരാം, അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഈ ഒരു കപ്പ് ചിലപ്പോൾ ഒന്ന് ക്ലിയർ ചെയ്തെടുത്താൽ നന്നായിരിക്കും, പക്ഷേ ഇത് എടുക്കാണ്ടിരിക്കലായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു അവസ്ഥയാണ് ഈ ഒരു കപ്പിന്. എന്താണെങ്കിലും ഗൈസ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരെ ഒന്ന് കാണിച്ചു കൊടുക്കുക. നിങ്ങളുടെ വീടുകളിലുള്ള നല്ല സ്റ്റാൻഡേർഡായിട്ട് കാശ് മുടക്കി ഇതുപോലെ പ്ലാസ്റ്റിക് മേടിച്ച് ഇതിൻ്റെ അടിയിൽ ഇൻവെർട്ടായിട്ട് കാണാൻ നല്ല രസമൊക്കെ ഉള്ള സാധനം മേടിച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ബൈ ഗൈസ്.